ഹായ് ഗായ്സ്, നമ്മൾ ഇന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ച പോലെ അൽ ജസീറ ഏവിയേഷൻ ക്ലബ്ബിലാണ്. ഇവിടെ ചെറിയൊരു ഫ്ലൈറ്റ് പരിപാടിയൊക്കെയാണ്. നമ്മളെല്ലാവരുടെയും ചെറുപ്പകാലത്തുള്ളൊരു ആഗ്രഹമാണ് പൈലറ്റ് ആവുക എന്നുള്ളതല്ലേ. അപ്പോൾ എനിക്കും അതാവാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റാസൽ ഖൈമയിലാണെന്ന് വരുന്നത്. നമുക്കൊരു ചെറിയൊരു മിനി എയർക്രാഫ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും വരാം. നമുക്ക് നേരിട്ട് കാണാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫെസിലിറ്റി, എങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുള്ളത്. ഇതാണ് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ളൊരു ഏരിയ. ചെറിയൊരു ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഓഫീസ്. ഈ ഓഫീസിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വെയിറ്റിംഗ് ഏരിയയും മറ്റു സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏരിയ. ഇവിടെ നമുക്ക് റൺവേ കാണാം. ചെറിയൊരു വിമാനം പറക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് ചെറിയ ചെറിയ വിമാനങ്ങളിലൂടെ ലാൻഡ് ചെയ്തിട്ട് കിടപ്പുന്നുണ്ട്. ഈ ബ്ലൂ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ലോട്ട് നമുക്ക് കാണാം. ഇതിനകത്ത് ആക്സസ് ഫ്ലൈറ്റുകളും റിപ്പയറിംഗ് ഷെഡൊക്കെ ഇതിനകത്താണ്. ഇനി നമുക്ക് ഇവിടെ റൺവേ ഉണ്ട്. നമുക്കിനി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാം. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഓക്കെ, റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇരിക്കാനുള്ള പൊസിഷൻ. ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റ്. ബ്ലൂ ആണ് ഞാൻ ചൂസ് ചെയ്തത്. നമുക്ക് കളർ ചൂസ് ചെയ്യാം. എൻ്റെ പൈലറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. Hi guys, this is our Captain Kaiser. So he will be explaining everything regarding this mini aircraft. Let's see how it's like. Yes, hello everyone. So here we have an Aeroprect. It's Aeroprect 22 model. It's a Ukrainian aircraft, and the aircraft has a power plant of 100 horsepower. It's a carburetor 4-cylinder engine. And if you talk about these aircraft are actually sports aircraft. These are manufactured in Ukraine, but the power plant is manufactured in Austria. Now, if you talk about the specification of this aircraft has a capability to fly till 16,000 feet. And these sports aircraft are always going to have two-seaters. And moreover, if we talk about the endurance of these kinds of aircraft, they contain just 90 liters of fuel, which will take you for more than 4.5 hours fuel endurance. So this is all about the sports flying, and I hope you are going to enjoy the video. That's all. ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. എൻ്റെ വീഡിയോ നൈസ് വ്യൂസ്. ഹോപ്പ് ഇറ്റ്സ് ഗുഡ്. ലൈക്ക് സിറ്റിംഗ് ലൈക്ക് എ സ്റ്റാർ. എങ്ങനെയുണ്ട് പുതിയായിട്ട്? നൈസ് അല്ലേ? വൈഫ് അപ്പുറത്തുണ്ട്, ഞാനിതിലുണ്ട്. ലെറ്റ്സ് ഗോ. താങ്ക് യു. ഹായ് ഗൈസ്, ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നു. നമ്മുടെ ഫ്ലൈറ്റിൽ സീറ്റൊക്കെ ബെൽറ്റൊക്കെ ഇട്ട് റെഡിയായി. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്. നമുക്ക് ഇനി എന്താണെന്നുള്ളത് നോക്കാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം. ഓക്കെ, എന്താണ് നമ്മുടെ എയർക്രാഫ്റ്റ് പോവാണ്. Right is up. So this is the checklist. Okay, so pre-flight inspection done. Seat and seat belt, doors are closed. Control lock is already removed. Let's check the controls column. It's up, it's down, right, left. Yeah. Full right to there, full left to there, completely fine. So here we have flight controls already checked. Electric system all are off. Left, right ignition. Master is on. Left is down. Right is off. Fuel wall is on. Okay, we'll check the flap system. 10 degrees, 20. Flaps are complete. Okay. Okay, right here, left clear. Okay. Clear prop! നമ്മുടെ എയർക്രാഫ്റ്റ് ഓണായിരിക്കുകയാണ്. നമ്മൾ പതിയെ റൺവേയിലൂടെ നീങ്ങുകയാണ്. പയ്യാണ്. നമുക്കും പൈലറ്റിൻ്റെ പോലെ തന്നെ ഹെഡ്ഫോൺസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്കും ക്ലിയർ ആയിട്ട് നമുക്ക് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും നമുക്കും കേൾക്കാം. അപ്പോൾ റൺവേ ഒക്കെ ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ ഡിപ്പാർട്ട് ചെയ്യുള്ളൂ. നമുക്ക് റൺവേയുടെ എൻഡിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ സിഗ്നലിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കി സ്കൈ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ സ്ക്രീനിൽ കാണുന്ന ഓയിൽ ടെമ്പറേച്ചർ 50 എബവ് വരുമ്പോഴാണ് നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്, 58 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൺവേയിലൂടെ നീങ്ങുകയാണ് പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും മറ്റും ഇവിടെ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പൈലറ്റിന് പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട്. അത് എനിക്കും കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനകത്ത് ഒരുപാട് ഡാഷ്ബോർഡിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് നമുക്ക്
പോകുന്ന വഴിയിൽ പതിയെ പരിചയപ്പെടാം. നമ്മൾ ഫ്ലൈ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതാ പതുക്കെ പറന്നിരിക്കുകയാണ് ആകാശത്തോട്ട്. നല്ല ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഒരു കോ പൈലറ്റ് സീറ്റിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ റാസൽ ഖൈമയിലാണുള്ളത്. റാസൽ ഖൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE ഒരു നോർത്തേൺ ഭാഗമാണ്, നോർത്തേൺ സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ അൽഹംറ, അൽമർജാൻ ഐലൻഡിലൂടെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ശരിക്കും ഈ ഒരു വഴിയിലൂടെ നമ്മൾ ഓടിക്കുമ്പോൾ. കാരണം നമുക്ക് പ്രോപ്പറായിട്ടൊരു പൈലറ്റിന് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നു അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആകാശത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ എടുക്കാം. നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. എല്ലാ ഫ്രീഡവും നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും UAE വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഒരുപാട് പേര് മിസ്സായി പോകുന്ന ഒരു ഏരിയയാണ്. എല്ലാവരും ദുബായിലും അബുദാബിയിലും മാത്രം സ്റ്റക്കായി പോവുകയാണ് ചെയ്യാറ് സാധാരണ ഗതിയിൽ UAE വരുമ്പോൾ. റാസൽ ഖൈമയിലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ താഴെ കാണുന്നതാണ് അൽമർജാൻ ഐലൻഡ്. അതിനകത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഹിൽട്ടൺ ഹോട്ടലാണ് ഇപ്പോൾ നിങ്ങൾ ദൂരെ നിന്ന് കാണുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കാസിനോ വരുന്നത് റാസൽ ഖൈമയിലാണ്. റാസൽ ഖൈമയിൽ നമ്മൾ പോകുന്ന ഏരിയയുടെ താഴെ ഉള്ള പ്ലോട്ടിലാണ് ആ സംഭവങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഈ ഒരു ഏരിയ. അതിനടുത്താണ് നമുക്ക് ഈ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. താഴെ നല്ല നീലക്കടലും പിന്നെ നിങ്ങൾക്ക് നല്ല ക്ലിയർ സ്കൈയും കാണാം. നമ്മൾ ഈവനിങ്ങിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ചൂടും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിവിടെ ഈ ഫ്ലൈറ്റിനകത്താണെങ്കിൽ നമുക്ക് ലൈക്ക് AC ഒന്നുമില്ല. നമ്മൾ പുറത്തുനിന്നുള്ള കാറ്റാണ് നമുക്ക് ചെറിയ വിൻഡോയിൻ്റെ ഒരു ഹോളിലൂടെ നമുക്ക് കിട്ടുക. ഇതൊരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബീച്ച് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ക്രൂയിസ് ബോട്ട് ഉണ്ട്, പാരാഗ്ലൈഡിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്ലൈറ്റ് മാത്രമല്ല, ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് അഡ്വഞ്ചർ സ്പോർട്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് വെയർ ഹൗസും മറ്റും നിങ്ങൾക്ക് ദൂരെ കാണാം. ആ ബ്ലൂ കളർ കാണുന്നത് UAE ഏറ്റവും വലിയൊരു വെയർ ഹൗസാണ് റാസൽ ഖൈമയിലുള്ളത്. ഇതൊക്കെ നമുക്ക് പൈലറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കാണാം ബീച്ചും ബീച്ച് ആക്ടിവിറ്റീസും ഒക്കെ. ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് റാസൽ ഖൈമയിലെ ഇത്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിനും മറ്റും ഒരുപാട് സ്കോപ്പും മറ്റും ഒക്കെ ഈ ഒരു ഏരിയയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നീല ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. വൺ ഓഫ് ദ ലാർജസ്റ്റ് വെയർ ഹൗസ് ആണെന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്. ഓക്കെ, മറ്റ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് ഞാൻ കാണിക്കുന്നതിനപ്പുറം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കുന്ന വിഷ്വൽസിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വൾഗറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റാസൽ ഖൈമയിൽ നിങ്ങൾ കാണുന്ന അൽമർജാൻ ഐലൻഡാണിപ്പോൾ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണുന്നത്. അവിടുത്തെ ഫേമസ് റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഉള്ള വ്യൂസ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ആ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡും മറ്റു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസും ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം.
ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഡാഷ്ബോർഡിലെ മീറ്റേഴ്സാണ്. സ്പീഡോമീറ്ററാണ് ഓഫ് കോഴ്സ്, നമ്മൾ ഫ്ലൈറ്റിൻ്റെ സ്പീഡ്, പിന്നെ ഓൾട്ടിറ്റ്യൂഡ് മീറ്റർ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കോമ്പസ്, നിങ്ങൾ കാണുന്ന ഒരു കോമ്പസ് ഇതിനകത്തുണ്ട്. പിന്നെ റേഡിയോ വേവ്സ്, ഇതാണ് കോമ്പസ്. ഇനി റേഡിയോ കമ്മ്യൂണിക്കേഷനുള്ള ഏരിയ ആണ്. അപ്പോൾ അതിൽ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ATC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് കാണാം A64 എന്നുള്ളത്. അത് ഈ ഫ്ലൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. നമുക്ക് ഫ്ലൈറ്റിനെ പറ്റി തിരിച്ചറിയാനും മറ്റുള്ള സംഭവമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഏരിയ ആണത്. ഇപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ഭാഗമാണ് മിന അൽ അർബ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ വില്ലാസൊക്കെ ഇങ്ങനെ കടലിൻ്റെ ആർട്ടിഫിഷ്യൽ ഐലൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഈ ഒരു റൂട്ടും ഈ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസും. മിനിറ്റാണ് നമ്മുടെ യാത്ര നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്യുകയാണ്, ലാൻഡിങ് പൊസിഷനിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ദൂരെ റൺവേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. ലാൻഡിങ്ങിനുള്ള എല്ലാ കമാൻഡ്സും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ചുറ്റും നല്ല മരുഭൂമി പോലത്തെ ഭാഗങ്ങളാണ്. അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ നമ്മുടെ റൺവേയിലേക്ക് എത്തുന്നത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ റൺവേ എത്താത്ത പോലെയൊക്കെ തോന്നുമെങ്കിലും അടുത്തതും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ഇതൊരു ലോങ് ഫ്ലൈറ്റ് അല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ റൺവേസാണ്. അപ്പോൾ അതിനത് അത്ര അധികം നീളം ഉണ്ടാവില്ല. പെട്ടെന്ന് ലാൻഡ് ചെയ്ത് നമ്മുടെ നോർമൽ പൊസിഷനിലേക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ വരേണ്ടി വരും. ഓക്കെ, നമ്മൾ തിരിച്ച് നമ്മുടെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലെത്തി. ഇനി നമ്മൾ ഫ്ലൈറ്റ് പാർക്ക് ചെയ്യുകയാണ്. സോ നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ജേണിയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. Anytime, sir. I hope you had a great time. And this is how we conduct the sports flying towards the north of UAE to explore the unseen beauty of Ras Al Khaimah. So we're glad that you enjoyed the flight, sir. Thank you so much. See you soon. Bye. Anytime. ഫ്ലൈറ്റ് അവർ വലിച്ചു കൊണ്ടുപോവാണ് പാർക്കിംഗ് ലോട്ടിലോട്ട്. നമ്മുടെ ഇന്നത്തെ ഏകദേശം ഈവനിങ് ആയി. ഫ്ലൈറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡേ അവർ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ബർത്ത്ഡേയിലൂടെ ഉണ്ട്. ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ വന്നതാണ്. നമുക്ക് എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു അമ്മു? അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണല്ലോ നമ്മൾ സ്വപ്നത്തിൽ മാത്രം കാണുന്ന ഒരു സാധനം നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഗുഡ്. പിന്നെ നമുക്കൊരു ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് ഫുള്ളി കൺട്രോൾ തരുന്നുണ്ട്. നമ്മളോട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഹൈലി റിസ്ക് പിടുത്തൊരു ജോലിയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമ്മൾ ഫ്ലൈറ്റ് വരുമ്പോൾ എത്രത്തോളം റിസ്ക് ഉള്ളൊരു കാര്യമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു നമ്മുടെ ലൈഫിൽ നമ്മൾ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ദാറ്റ് ഐ ഹാവ് ഗോട്ട്. താങ്ക് യു മൈ ഹബി. രണ്ട് ചെറിയ ഫ്ലൈറ്റും കൂടിയും ട്രിപ്പ് അവസാനിപ്പിച്ച് എത്തിയിരിക്കുകയാണ്. കാരണം സമയം ഇരുട്ടി തുടങ്ങി. ഇനി രാത്രി വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ ഫ്ലൈറ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ലൈസൻസോ മറ്റ് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സർവീസസും അവസാനിപ്പിച്ച് തിരിച്ച് ഷെഡിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലേ ഫസ്റ്റ് സോളോ ഫ്ലൈറ്റ്, അത് തന്നെയാണ് റിയലി.
സോ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിംഗ് ഏരിയ. നമുക്ക് ഡു ജോയിൻ ആപ്പ് വഴി വെറും 400 ദിർഹത്തിന്, അതായത് നാട്ടിൽ ഏകദേശം 8200 രൂപയ്ക്ക് നമുക്ക് ഈ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ആരെങ്കിലും മിസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡു ജോയിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. UAE വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റാസൽ ഖൈമയിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. റിയലി വണ്ടർഫുൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ കാഴ്ചകളെല്ലാതും. എൻ്റെ ചുറ്റും കിടക്കുന്ന എയർക്രാഫ്റ്റും മറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ സി യു, ബൈ.